വൈദിക ശാന്തി മന്ത്രത്തെക്കുറിച്ച് എന്തെങ്കിലും പറയണമെന്നാണ് പറഞ്ഞത്. എന്താ പറയണ്ടേ? പൂജ്യ സ്വാമിജി നമ്മുടെ ശിക്ഷാ ഗുരുനാഥൻ മാധവാനന്ദ ആശ്രമത്തിൽ ശിവമഹിംന സ്തോത്രം വ്യാഖ്യാനം ചെയ്ത് കേട്ടപ്പോൾ ഉള്ളിലൊരു സങ്കല്പം തോന്നി, സ്വാമിജി അതൊന്ന് എഴുതിയാൽ നന്നാവുകയായിരിക്കുമെന്ന്. അതങ്ങനെ അങ്ങോട്ട് ആവശ്യപ്പെടാനൊന്നും പറ്റില്ല. സമയവും കാലമൊക്കെ നോക്കിയിട്ടേ പറ്റൂ. ഒരു ദിവസം ഞങ്ങൾ രണ്ടുപേരും ചേർന്ന് ഭക്ഷണം പാചകം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് നല്ലൊരു സന്ദർഭമാണ്. എപ്പോഴും സ്വാമിജിയോട് എല്ലാം ചോദിക്കാനൊന്നും പറ്റില്ല. അപ്പം നമ്മൾ ചോദിച്ചു, സ്വാമിജിക്ക് ഇതൊരു ഗ്രന്ഥമാക്കി ചെയ്താൽ, അങ്ങ് വ്യാഖ്യാനിക്കുന്നത് ഒരു ഗ്രന്ഥമാക്കി ചെയ്താൽ അത് നല്ലതാവില്ലേ എന്ന്. ഒരൊറ്റ ചാട്ടം. അപ്പോൾ ആ ചാട്ടം നമ്മൾ ഇവിടുന്ന് ചാടിയാൽ ഇതിൻ്റെ ഡയഫ്രം പൊട്ടിപ്പോകും ബോക്സിൻ്റെ. സിദ്ധാന്തം ചെയ്തോളൂ എന്ന് പറഞ്ഞു. അന്ന് തന്നെ ഒരു പുസ്തകം എടുത്ത് എഴുത്ത് തുടങ്ങി, ശിവമഹിംന സ്തോത്രത്തിൻ്റെ വ്യാഖ്യാനം. അന്ന് പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല. ഒരു 3 മാസം കഴിഞ്ഞപ്പോൾ ഏകദേശം 3/4 ഭാഗമായി. അവിടുന്ന് വലിയൊരവധൂത മഹാത്മാവിൻ്റെ ഉപദേശം മാനിച്ച് അവിടുന്ന് ആശ്രമം വിട്ട് നമ്മൾ ഉത്തരകാശിയിലേക്ക് പോയി. അവിടുന്ന് എഴുത്തും വായനയൊന്നുമില്ല. സന്ദർഭവശാൽ ഉത്തരകാശിയിൽ നിന്ന് കേരളത്തിലേക്ക് എത്തിപ്പെട്ടു. അതിന് പിന്നിലൊക്കെ വലിയ കഥകളുണ്ട്. അതൊന്നും ഇപ്പോൾ അവിടെ വിസ്തരിക്കാൻ പോകുന്നില്ല. 3/4 ഭാഗം എഴുതി തീർത്തത് പൂർത്തിയാക്കി 90 ഒക്ടോബറിൽ അത് പ്രകാശനം ചെയ്തു. ഇരുപത്തിയാറ് വർഷങ്ങൾക്ക് മുമ്പ് കേരളീയ സമൂഹം നമ്മൾ പ്രതീക്ഷിച്ചതിലേറെ സ്വാഗതമാണ് ആ ഗ്രന്ഥത്തിന് നൽകിയത്. തുടർന്ന് ആശ്രമത്തിൽ നിന്ന് പ്രിൻറ്റിങ് ചെലവ് മാത്രം ഈടാക്കിക്കൊണ്ട് അദ്വൈത ഗ്രന്ഥാവലി എന്നൊരു ഗ്രന്ഥാവലി ആരംഭിച്ചു. അന്ന് എഴുതാൻ സമയമുണ്ടായിരുന്നു. ആ ഗ്രന്ഥാവലിയിൽ 25 or 26 പുസ്തകങ്ങൾ വന്നു. 5 രൂപ 6 രൂപയൊക്കെ ആയിരുന്നു അന്ന് വില. ആ കൂട്ടത്തിലൊരു പുസ്തകമാണ് വൈദിക ശാന്തി മന്ത്രങ്ങൾ. ആ കൂട്ടത്തിൽ രാമഗീതയുടെ വ്യാഖ്യാനം വന്നു. പിന്നീട് ശങ്കരഭാഷ്യങ്ങൾ ആരംഭിച്ചു, വിസ്തൃത വ്യാഖ്യാനം. പക്ഷേ സമയത്തിൻ്റെ അഭാവം കൊണ്ട് തിരക്ക് പിടിച്ച ഓട്ടത്തിൻ്റെ ഇടയ്ക്ക് എഴുത്ത് നടക്കണില്ല. 9ാം അധ്യായത്തിൽ കിടക്കുകയാണ്. 4 വർഷം കഴിഞ്ഞു. യൂണിവേഴ്സിറ്റിയിൽ ചെയ്ത പ്രഭാഷണങ്ങൾ സനാതന ധർമ്മ പരിചയം എന്നൊരു ബൃഹത് ഗ്രന്ഥമായിട്ട് യൂണിവേഴ്സിറ്റി പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരു ഭാഗത്തു കൂടെ പ്രസിദ്ധീകരണങ്ങൾ അങ്ങനെ മുന്നോട്ട് നീങ്ങുന്നു. ഇതൊക്കെ തന്നെ സനാതനധർമ്മത്തിൻ്റെ, ഹിന്ദുധർമ്മത്തിൻ്റെ
സംസ്ഥാപനത്തിന് അഭിമാനത്തോടെ നട്ടെല്ലുയർത്തി നിവർത്തി ഞാൻ ഭാരതത്തിൻ്റെ സന്താനമാണെന്ന് പറയാൻ അറിവും അഭിമാനവുമുള്ളൊരു സമൂഹത്തെ സൃഷ്ടിക്കാൻ അനേക മഹാത്മാക്കൾ ചെയ്യുന്ന പരിശ്രമത്തിൻ്റെ ചെറിയൊരു ഭാഗം മാത്രമാണ്. ആ കൂട്ടത്തിൽ പലത് പുറത്തു വരുന്നു, അത്രയേ ഉള്ളൂ. ഒന്നും ആലോചിക്കാറില്ല, എന്ത് വരണോ അത് പറയുന്നു, അത്രയേ ഉള്ളൂ. ആ രീതിയിൽ ഋഗ്വേദത്തിലും കൃഷ്ണയജസ്സിലും ശുക്ലയജസ്സിലും സാമത്തിലും അഥർവത്തിലും ഉള്ള ഉപനിഷത്തുക്കളുടെ പഠനാരംഭത്തിലും അവസാനത്തിലും ചെയ്യുന്ന ശാന്തി മന്ത്രങ്ങളാണ് ഇതിൽ വ്യാഖ്യാനിക്കപ്പെടുന്നത്. വിസ്തൃതമല്ല, സാമാന്യം മാത്രമാണ്. മാത്രമല്ല, ഇതൊരു ഗ്രന്ഥാവലിയുടെ ഭാഗമായിട്ടായതുകൊണ്ട് ഇത് സ്വയം പൂർണ്ണമാണെന്ന് പറയാൻ പറ്റില്ല. കാരണം 10-25 ഗ്രന്ഥങ്ങൾ ഒരു ഗ്രന്ഥാവലിയിൽ വരുമ്പോൾ കഴിഞ്ഞതിൽ പറഞ്ഞ ആശയം ഇതിലും ആവർത്തിച്ചാൽ അത് ആവർത്തന ദോഷം ഉണ്ടാക്കും. എങ്കിലും പഠിക്കണമെന്നുള്ളവർക്ക് വൈദിക ശാന്തി മന്ത്രങ്ങളിലേക്കൊരു എത്തിനോട്ടം നൽകുന്നതാണ്. അത് പ്രസിദ്ധീകരിക്കപ്പെട്ടത് 99-ലാണെന്ന് തോന്നുന്നു. കഴിഞ്ഞ വർഷം ഈ അമ്മ ഡോക്ടർ കമല ഉണ്ണികൃഷ്ണൻ ഇത് ഇംഗ്ലീഷിലേക്ക് അനുവാദം ചെയ്യുന്നത് കഴിഞ്ഞതല്ല മുമ്പത്തെ വർഷം തോന്നുന്നു. അതിനെപ്പറ്റി പറഞ്ഞു. നന്നായി, വളരെ സന്തോഷം. കുറേ പേരുടെ പരിശ്രമം അതിൻ്റെ പിന്നിലുണ്ടായി. എല്ലാവരും അർപ്പണഭാവത്തോടു കൂടി ചെയ്തു. ആ കൂട്ടായ യജ്ഞത്തിൻ്റെ പരിണാമമായിട്ട് അതിവിടെ പുറത്തിറങ്ങി. സത്കർമ്മങ്ങളിൽ വ്യാപരിക്കുന്ന എല്ലാവർക്കും അതിൻ്റെ സത്പരിണാമം ഉണ്ടാവട്ടെ എന്ന് മാത്രം നമുക്ക് കൂട്ടായി സങ്കല്പിക്കാം. സങ്കല്പത്തിൽ നിന്നാണ് സൃഷ്ടി സംഭവിക്കുന്നത്. സൃഷ്ടി നന്നാവണമെന്ന് എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ ശുഭം സങ്കല്പിക്കാൻ നമ്മൾ എന്തുകൊണ്ടോ മറന്നു പോകുന്നു. ചിന്തിക്കുക. സൃഷ്ടി നന്നാവണം എന്ന് എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട്. ബിസിനസ് നന്നാവണം, കൃഷി നന്നാവണം, കുടുംബം നന്നാവണം, സമ്പത്ത് നന്നാവണം, അത് നന്നാവണം, ഇത് നന്നാവണം. പക്ഷേ സൃഷ്ടി സംഭവിക്കുന്നതൊക്കെ സങ്കല്പത്തിൽ നിന്നാണെന്ന് പലപ്പോഴും നമ്മൾ മറന്നു പോകും. നമ്മുടെ സങ്കല്പങ്ങൾ ശുഭമാകണം. ശുഭസങ്കല്പം ഉണ്ടാവണമെങ്കിൽ അതിന് നിരന്തരമായൊരു സാധനയുടെ അഭ്യാസത്തിൻ്റെ അടിസ്ഥാനം വേണം. പരമമായ മോക്ഷത്തെക്കുറിച്ചൊന്നും അല്ല പറയുന്നത്. നമ്മുടെ ഏത് പ്രവർത്തനത്തിലുള്ള വിഘ്നങ്ങളും ഇല്ലാതായി ശുഭപരിണാമം വരണമെങ്കിൽ ശുഭസങ്കല്പം നമ്മളിലുണ്ടാവണം. അതിനുതകുന്ന ഒരുപാട് ചിന്തകൾ, അതിലുപരിയായി ശാന്തി പ്രാർത്ഥന എന്ന വ്യാജേന വേദാന്തത്തിൻ്റെ സാരം ഒതുക്കി വെച്ചിട്ടുള്ള മന്ത്രങ്ങൾ നമുക്കിതിൽ കാണാൻ പറ്റും. ഉദാഹരണം, സർവം ബ്രഹ്മോപനിഷദം, വേദാന്ത സാരമാണത്. ഇത്തരം ആശയങ്ങളൊക്കെ ഉൾക്കൊള്ളാൻ, അനുസന്ധാനം ചെയ്യാൻ, സ്വാധ്യായമാകുന്ന തപസ്സിൽ ഏർപ്പെടാൻ ഈ ഗ്രന്ഥം ഉപകരിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞ് മറ്റ് വിഷയാന്തരങ്ങളിലേക്കൊന്നും ഇപ്പം പ്രവേശിക്കാതെ എല്ലാ ശുഭാശംസകളും സമർപ്പിച്ചുകൊള്ളുകയാണ്. നേരത്തെ ആരംഭത്തിൽ അദ്വൈതാശ്രമത്തിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് ഇവിടെ പറയുകയുണ്ടായി. വിവിധ
പ്രവർത്തനങ്ങൾ അവിടെ നടക്കുന്നുണ്ട്. വിവിധ ശാഖകളിലായി നടക്കുന്നുണ്ട്. പ്രത്യേകിച്ച് 25-ാം വർഷം ആചരണം പ്രമാണിച്ച് നമ്മുടെ സമാജത്തിന് അങ്ങേയറ്റം ഗുണകരമാകുന്ന ഒരുപാട് സങ്കല്പങ്ങൾ ചെയ്തിട്ടുണ്ട്. അതൊക്കെ എല്ലാവരുടെയും കൂട്ടായ്മ കൊണ്ട്, ഞാനും നീയും ഇല്ലാതെ നമ്മളെന്നുള്ള ഒരു ചിന്തയോടുകൂടി നമുക്ക് പൂർത്തിയാക്കാം. നിന്നിലും എന്നിലും ചൈതന്യം ഒന്നാണെന്ന് പ്രസംഗിക്കാൻ നമ്മൾ വീരന്മാരാണ്. പക്ഷേ ആ ദൃഷ്ടിയിൽ നിന്നുണ്ടാവുന്ന സേവാപ്രവർത്തനങ്ങളിൽ വളരെ പിന്നിലായിപ്പോയി. ഈ അടുത്ത കാലത്താണ്, പ്രത്യേകിച്ച് പറഞ്ഞാൽ ശ്രീരാമകൃഷ്ണ മിഷൻ്റെ സ്ഥാപനത്തിന് ശേഷം രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിൻ്റെ സേവാ വിഭാഗത്തിൻ്റെ പ്രവർത്തനത്തിന് ശേഷം, വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെ രൂപീകരണത്തിന് ശേഷം, അവയിൽ നിന്നൊക്കെ പ്രേരിതമായും പിന്തുടർച്ചയായുമൊക്കെ ആവിർഭവിച്ച പല നവീന പ്രസ്ഥാനങ്ങളുടെയും പ്രവർത്തനങ്ങളോടുകൂടിയാണ് ഹിന്ദു സമൂഹം നമ്മൾ അടുത്ത് നിൽക്കുന്ന അനുജനെ ഒന്ന് നോക്കാൻ ശീലിച്ചത്. കേരളത്തിൻ്റെ സ്ഥിതി ചെറിയ ഉദാഹരണത്തിന് ഒന്ന് മാത്രം പറയുകയാണ്. പലവിധ രോഗബാധകളാൽ സഞ്ചാരശേഷി നഷ്ടപ്പെട്ട കിടപ്പ് രോഗികൾ, അവർക്കുള്ള ഒരു പാലിയേറ്റീവ് സേവ തെക്കൻ കേരളത്തിൽ മുഴുവൻ ക്രിസ്ത്യൻ മിഷണറികളുടെ ആഭിമുഖ്യത്തിലാണ്. വടക്കൻ കേരളത്തിൽ മുഴുവൻ ജമാഅത്തെ ഇസ്ലാമിയുടേതാണ്. അവർ നല്ല രീതിയിൽ ചെയ്യുന്നുണ്ട്, ഒരിക്കലും കുറ്റം പറയരുത്. പക്ഷേ അവിടെ പോയി കിടക്കുന്ന ഒരു ഹിന്ദുവിൻ്റെ, അവൻ്റെ മനസ്സിലെ പ്രാർത്ഥനകളെ, വളർന്നു വന്ന സങ്കല്പങ്ങളെയൊക്കെ മറച്ചു വെച്ചുകൊണ്ട്, പ്രകടിപ്പിക്കാൻ അവസരമില്ലാതെ മറ്റു പലതും മാത്രം ചെയ്യേണ്ടി വരുന്ന ഒരവസ്ഥാവിശേഷം. നമ്മളിവിടെ ഏകമദ്വിതീയ എന്ന് പ്രസംഗിക്കും. എന്ത് ചെയ്യാൻ നമുക്ക് സാധിക്കും? അല്പമെങ്കിലും ചെയ്യണം, ചെയ്തേ മതിയാവും. നമുക്കൊക്കെ നാളെ വരുന്ന അവസ്ഥയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്നന്മാരെന്ന് കോടീശ്വരന്മാരുടെ പട്ടികയിൽ പെട്ടിരുന്ന 9-10 പേര് വൃദ്ധസദനങ്ങളിലാണ് മരിച്ചതെന്ന് മറക്കരുത്. ലോകത്തിൽ ഏറ്റവും വലിയ കോടീശ്വരൻ എന്നുള്ള പട്ടികയിൽപ്പെട്ട 9-10 പേര്, അവരുടെ പേരൊക്കെ നമ്മളെടുത്ത് എഴുതി വെച്ചതുണ്ട്, ഇപ്പോൾ ഒന്നും ഓർമ്മയില്ല, വൃദ്ധസദനങ്ങളിലാണ് മരിച്ചത്, ആരോരും ഇല്ലാതെ. നിന്നെ ശരിപ്പെടുത്തുമെന്ന് നടന്നു പോകുന്ന വഴിക്ക് ഒരു വണ്ടി തട്ടി നട്ടെല്ല് പൊട്ടിക്കഴിഞ്ഞാൽ സഞ്ചാര സ്വാതന്ത്ര്യം നമുക്കില്ല. പിന്നെ കിടന്നെടുത്ത് മലവും മൂത്രവുമാണ്. കുറച്ച് സ്വത്തൊക്കെ സമ്പാദിച്ചിട്ടുണ്ടെങ്കിൽ അത് മക്കൾക്കൊന്നും എഴുതി കൊടുത്തിട്ടില്ലെങ്കിൽ ആരെങ്കിലും നോക്കിയെന്ന് വരും. എഴുതി കൊടുത്തിട്ടുണ്ടെങ്കിൽ അതുമില്ല. ദയനീയമാണ്. ഒറ്റയ്ക്കൊരാൾക്കും ചെയ്യാൻ കഴിയില്ല. പക്ഷെ നമുക്ക് കൂട്ടായി പലതും ചെയ്യാം. ആ ഒരു ലക്ഷ്യം വെച്ചുകൊണ്ടാണ് കോഴിക്കോടിൻ്റെ പ്രാന്തപ്രദേശത്ത് സാന്ത്വനം എന്നുള്ള ഒരു കേന്ദ്രം ആരംഭിക്കാൻ സങ്കല്പിക്കുന്നത്. സങ്കല്പിച്ചിട്ടേ ഉള്ളൂ. ആവശ്യത്തിന് സ്ഥലം മാത്രം അവിടെ ഉണ്ട്, വേറെ ഒന്നുമില്ല. അതുപോലെ കൊളത്തൂർ തന്നെ ആശ്രമത്തിനടുത്ത് തന്നെ ശ്രീ ശങ്കര വൃദ്ധ സേവാ കേന്ദ്രം. കേരളത്തിൽ ഉപേക്ഷിക്കപ്പെടുന്ന വൃദ്ധജനങ്ങളുടെ കണക്ക് ഞെട്ടിക്കുന്നതാണ്. പ്രത്യേകിച്ച് ഗുരുവായൂർ. ഗുരുവായൂരപ്പനെ കാണണ്ടേ അമ്മേ എന്ന് ചോദിച്ചിട്ടാണ് മുത്തശ്ശിയും എല്ലാം വീട്ടിൽ നിന്ന് ഇളക്കി കൊണ്ടുപോകുന്നത്. ഇപ്പോൾ ഗുരുവായൂർ കുറവാണ്, അതിനേക്കാൾ തിരക്കേറിയ സിറ്റികളിൽ ഉപേക്ഷിക്കുക പുതിയ രീതി.
വളരെ ഉയർന്നൊരു പോലീസ് ഓഫീസർ നമ്മളോട് പറഞ്ഞു, ഇപ്പോൾ അധികവും എറണാകുളത്ത്, തിരുവനന്തപുരത്തൊക്കെ റെയിൽവേ സ്റ്റേഷനിലാണ് അത്ര ഉപേക്ഷിച്ച് പോകണം. ഒന്നും ചെയ്യാൻ പറ്റില്ല മുത്തശ്ശനോ മുത്തശ്ശിക്ക്, പാവം. ഒരു 6 മാസങ്ങൾക്ക് മുമ്പ് ഒരു ദിവസം നമ്മൾ തിരക്കിട്ട പണി ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആശ്രമത്തിൽ. ആ സമയത്ത് മുറ്റത്തൊരു കാറ് വന്നു നിന്നു. കാർ ഏതായാലും നമുക്ക് തുല്യമാണ്, പക്ഷെ ഇവിടെ നമ്മൾ പറയാൻ പോവുകയാണ് അത് കാറിൻ്റെ വിശേഷം. ഒരു മെഴ്സിഡസ് E-ക്ലാസ് ബെൻസ് വണ്ടിയാണ് വന്നതെന്ന്. അയാൾ ബെൻസിൽ വന്നാലും എന്തിൽ വന്നാലും നമുക്ക് കണക്ക് തന്നെയാണ്. പിന്നെ ഇതിനാ സ്വാമി ബെൻസ് പ്രത്യേകിച്ച് പറഞ്ഞത്? നിങ്ങൾക്ക് മുന്നോട്ട് കേൾക്കുമ്പോൾ മനസ്സിലാവും, അതുകൊണ്ടാണ്. മെഴ്സിഡസ് E-ക്ലാസ് ബെൻസിൽ വന്നു, സ്വാമിയുടെ റൂമിൽ വന്നു. എന്തൊരു ബഹുമാനമെന്നറിയോ, കാല് പിടിച്ചിട്ട് നമസ്കരിച്ചിട്ട്. വലിയൊരു പൈസക്കാരനാണെന്ന് പറഞ്ഞു, പറഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല, നമുക്ക് മനസ്സിലാവും. വിഷയത്തിലേക്ക് കടക്കാമല്ലോ, നമ്മൾ വളരെ തിരക്കിലാണ്. അപ്പം അദ്ദേഹം പറഞ്ഞു, സ്വാമിജി, ആ ജിയുടെയൊക്കെ നീളം എത്രയാണെന്നറിയോ? എൻ്റെ അമ്മയെ കൊണ്ടാക്കാനൊരു സ്ഥലം സ്വാമിജി പറഞ്ഞു തരണം. മനസ്സിലായില്ല. സത്യം പറയണമല്ലോ, മനസ്സിലായിട്ടുണ്ട്. പക്ഷെ അദ്ദേഹത്തോട് നമ്മൾ പറഞ്ഞു മനസ്സിലായില്ല. അല്ല, അമ്മയെ കൊണ്ടാക്കാൻ പറ്റുന്നൊരു വൃദ്ധ സദനം, പൈസ എത്രയാണെന്ന് വെച്ചാൽ നമുക്ക് കൊടുക്കാം. എന്താ അത് കാരണം? അവനെ കൈകൊണ്ട് ഇങ്ങനെ കാണിച്ചിട്ട് പറഞ്ഞു, ഭാര്യയായിട്ട് ഒക്കണില്ല. നമ്മൾ പറഞ്ഞു, ഒരു കടലാസിൽ ഒപ്പിട്ടാൽ ഒരാൾ നിങ്ങളെ ഭാര്യയാവും, വേറൊരു കടലാസിൽ ഒപ്പിട്ടാൽ അത് നിങ്ങളുടെ ഭാര്യ അല്ലാതാവും. ഡിവോഴ്സ് ചെയ്തു. പക്ഷെ അമ്മയെ മാറ്റാൻ ഒരു ഒപ്പും ലോകത്തിലില്ല. അച്ഛനെ മാറ്റാൻ ലോകത്തിൽ ഒരു ഒപ്പുമില്ല. എന്തായാലും നിങ്ങൾ കുറച്ച് പൈസക്കാരനൊക്കെ അല്ലേ, നിങ്ങളങ്ങോട്ട് പുറത്ത് പോയിക്കോളൂ, വേറെ വീടുണ്ടായിക്കോളൂ. ആ വീട്ട് ഒരു മുറിയിൽ അമ്മ താമസിച്ചോളൂ, ബാക്കി അമ്മ വാടകയ്ക്ക് കൊടുത്തിട്ട് ആ പൈസ കൊണ്ട് നല്ലൊരു ഹോം നേഴ്സിനെ ഞാൻ വെച്ച് കൊടുക്കുക. അത് അമ്മയ്ക്ക് കൊടുക്കുക, ഇറങ്ങിപ്പോടാ. ഇതും പറഞ്ഞ് ഈ ആശ്രമത്തിലേക്ക് വരരുത്. ഇയാളാകെ തരിച്ചു, സ്വാമി എന്താ ഈ ഭാഷ പറയുന്നത്? പിന്നെ അവനോടൊക്കെ എന്ത് ഭാഷയാണ് പറയണ്ടേ? പിന്നെ അവനോട് എന്ത് ഭാഷയാണ് പറയണ്ടേ? പെറ്റ അമ്മയെ, വളർത്തിയ അമ്മയെ ഉപേക്ഷിക്കാൻ ഒരു സ്ഥലം ചിദാനന്ദപുരി സ്വാമി പറഞ്ഞു കൊടുക്കണം. ഇതാണ് നമ്മുടെ ഇന്നത്തെ മലയാളി സമൂഹം, ഹിന്ദു സമൂഹം പ്രത്യേകിച്ച് പറയണം. മുസ്ലിം സമൂഹത്തിൽ നിന്ന് അമ്മമാരെ അച്ഛന്മാരെ ഉപേക്ഷിക്കുന്നില്ല. ക്രിസ്ത്യൻ സമൂഹം ഉപേക്ഷിക്കുന്നുണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല. പക്ഷെ അത് അവരൊഴിഞ്ഞു പോവുക, ചെറുപ്പക്കാർ അച്ഛനെയും അമ്മേനെയും ഒരു വീട്ടിലാക്കിയിട്ട്. ഹിന്ദു സമൂഹത്തിലാണ് ഇത് സംഭവിക്കുന്നത്. ഇത് സത്യമാണ് ഈ പറഞ്ഞത്. പക്ഷേ ഇയാളൊരു സമ്പന്നനായതുകൊണ്ടൊരു വീട്ടിലായ അമ്മയ്ക്ക് ഒഴിഞ്ഞു കൊടുക്കുമെന്ന് പറയാൻ നമുക്ക് സാധിക്കും. പക്ഷെ അതില്ലാത്ത എത്രയോ പേര്. അല്പം എന്തെങ്കിലും ചെയ്യാൻ കഴിഞ്ഞാൽ നല്ലതാണ്, അല്പം. അതിനാണ് അവിടെ ഒരു വൃദ്ധ സേവാ കേന്ദ്രം. ഈ മേഖലയിൽ ഹിന്ദു സമൂഹം നല്ലോണം പ്രവർത്തിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് സംഘത്തിൻ്റെയും മറ്റു ആഭിമുഖ്യത്തിൽ കുറേ സേവാകേന്ദ്രങ്ങൾ കേരളത്തിലുണ്ട്. പക്ഷെ മതിയാവുന്നില്ല. ഇങ്ങനെയുള്ള ഒരുപാട് പ്രവർത്തനങ്ങൾ 25ാം വാർഷികത്തോടനുബന്ധിച്ച് വിഭാവന ചെയ്തിട്ടുണ്ട്. ഇത് ഭാവനയായിട്ട് നിൽക്കാതെ ഭവനമായിട്ട് മാറണമെങ്കിൽ, ആ ദീർഘം ഒന്ന് കുറയണമെങ്കിൽ എല്ലാവരുടെയും കൂട്ടായ്മ വേണം. അതിൽ വലുത് ചെറുതൊന്നുമില്ല. നമ്മൾ ആശ്രമത്തിൽ എപ്പോഴും പറയുന്ന ഒരു കഥയുണ്ട്, അത് മാത്രം ഇവിടെ പറഞ്ഞു നിർത്തും. ആശ്രമത്തിൽ ഇപ്പോൾ കുറേ ശാഖകളൊക്കെ പ്രവർത്തിക്കുന്നുണ്ട് കേരളത്തിൻ്റെ പല ഭാഗത്ത്, പാലക്കാട്, വയനാട്, കോഴിക്കോട് ടൗണിൽ, മലപ്പുറം ജില്ലയിൽ, കോഴിക്കോട് തന്നെ വേറെയുണ്ട്, നടുവണ്ണൂർ, ഇങ്ങനെയൊക്കെ പലതുമുണ്ട്. എങ്കിലും ആരംഭത്തിൽ ബ്രഹ്മവിദ്യാപീഠം അവിടെ സ്ഥാപിക്കാനുള്ള സങ്കല്പം എടുത്ത് നേരെ പുറത്ത് പിരിവിനൊന്നും പോയിട്ടില്ല, അവിടത്തേക്ക് സമർപ്പിക്കപ്പെട്ടത് തന്നെയാണ്. എങ്കിലും 1-2 സ്ഥലത്ത് പോയിരുന്നു. അതിലൊരു സ്ഥലത്ത് പോയത് കോഴിക്കോട് ജില്ലയിൽ വടകരയ്ക്കടുത്ത്
ഒരു സ്ഥലമാണ്. ഒരു ഗ്രാമത്തിൽ നമ്മൾ ചെല്ലുമ്പോൾ കുറേ പേര് കാത്തിരിക്കുന്നുണ്ട്. അവിടെ 10-100 പേര് കാത്തിരിക്കുന്നുണ്ട്. 25 പൈസ മുതൽ 25,000 രൂപ വരെ ആൾക്കാർ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ സ്വരൂപിച്ച് നമ്മൾ തിരിച്ചു പോരുക. ഇപ്പോൾ കുറേ ദൂരെ നിന്നൊരു ശബ്ദം, എന്തോ ഒരു ശബ്ദം, നോക്കുമ്പോൾ ഒരു മുത്തശ്ശിയുണ്ട് ഓടി വരുന്നു. പിന്നെ മുത്തശ്ശിയെ കാണാണ്ടായി, പിന്നെ മുത്തശ്ശിയെ കാണാനായി, പിന്നെ മുത്തശ്ശിയെ കാണാണ്ടായി, പിന്നെ മുത്തശ്ശിയെ വീണ്ടും കാണാനായി. ചിലർ ചോദിക്കുന്നത് എന്താ ഈ സ്വാമിക്ക് വല്ല കുഴപ്പമുണ്ടോ, അങ്ങനെ പറയണം എന്താന്ന്. ഇത് മനസ്സിലാവണമെങ്കിൽ കോഴിക്കോട് ജില്ലയുടെ വടക്ക് ഭാഗത്തുള്ള പറമ്പുകൾ അറിയണം. കൊള്ളുകളാണ്. ഇപ്പോൾ 2 പറമ്പിൻ്റെ നടുക്കൊരു ഇടവഴി ഉണ്ടാവും. അപ്പോൾ ഈ കൊള്ള് ഇറങ്ങി ഇടവഴിയിലേക്ക് ഇറങ്ങി അടുത്തതിൽ കയറി അങ്ങനെയാണ് ഈ മുത്തശ്ശി വരുന്നത്. ചുരുക്കി പറയാലോ, ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ അവർ അടുത്തെത്തി. ഞങ്ങൾ അതുവരെ കാത്തു നിന്നു. എന്തൊരു നല്ല മുത്തശ്ശിയാണെന്നറിയാം. ഇപ്പം അങ്ങനത്തെ മുത്തശ്ശിമാരെ കാണാനേ ഇല്ല. ബ്ലൗസൊന്നും ഇടാതെ ഇങ്ങനെ നടക്കുമ്പോൾ ഇങ്ങനെ വലിയ മുലയൊക്കെ ഇങ്ങനെ ആടി, ഓർമ്മയില്ലേ പഴയ മുത്തശ്ശിയെ? മുണ്ട് ഇവിടെ ഇങ്ങനെ അത്രയ്ക്കുണ്ട്. ഇതിനുള്ളിൽ എന്തൊക്കെയാണുള്ളത് എന്നറിയില്ല. വെറ്റിലെ അടക്കി എന്തൊക്കെയാണുള്ളത് ആർക്കും അറിയില്ല. ഉള്ള സാധനമൊക്കെ ഇതിൻ്റെ ഉള്ളിലുണ്ട്. അങ്ങനെ ഓടി വന്ന് എന്നാ എന്നുകൊണ്ട് തന്നു. 2 രൂപയുടെ നോട്ടാണ്. ആ 2 രൂപയുടെ നോട്ട് 16 കഷ്ണമായിട്ടുണ്ട്. പഴയ നോട്ട് മുറുക്കി പിടിച്ച് വിയർത്തിട്ട് റിസർവ് ബാങ്ക് കൊടുത്താൽ എടുക്കൂല, ഉറപ്പാ എടുക്കൂല, കൊടുത്തിട്ടുമില്ല. 16 കഷ്ണമാണ് അത്. ഉടനെ തന്നെ അവർക്ക് 2 രൂപയ്ക്ക് റെസീറ്റ് എഴുതി കൊടുത്തു. നമ്മൾ ആശ്രമത്തിൽ എല്ലാ മീറ്റിങ്ങുകളിലും ഇത്തരം കാര്യങ്ങൾ നടക്കുമ്പം പറയാറുണ്ട്, ഒരാൾ എത്ര കോടി രൂപ തന്നാലും ഈ മുത്തശ്ശിയുടെ 2 രൂപയുടെ വില എന്ന് നമ്മൾ മറക്കുന്നോ അന്ന് അദ്വൈതാശ്രമം അപ്രസക്തമാകും. പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സിലാക്കുക. അതുകൊണ്ട് വലുതും ചെറുതൊന്നുമില്ല, നമ്മളെല്ലാവരും ഒത്തൊരുമിച്ച് അദ്വൈതാശ്രമത്തിന് വേണ്ടി പ്രവർത്തിക്കണം എന്നല്ല പറയണത്. നമ്മുടെ ധർമ്മത്തിന് വേണ്ടി, നമ്മുടെ രാഷ്ട്രത്തിന് വേണ്ടി ഏത് സങ്കേതം എവിടെ എങ്ങനെ പ്രവർത്തനം അർപ്പിക്കാൻ പറ്റുമോ അവിടെ നമ്മുടെ പ്രവർത്തനങ്ങൾ ചെയ്യാം. കുന്നുകൂട്ടി വെച്ചെടുത്തേക്ക് വീണ്ടും പണം കൊടുത്ത് ദുഷിപ്പിക്കരുത്. പണം കുന്നുകൂട്ടി വെച്ചെടുത്തേക്ക് വീണ്ടും പണം കൊടുത്തിട്ട് ദുഷിപ്പിക്കരുത്. സമാജത്തിന് പ്രവർത്തനങ്ങൾ ചെയ്യുന്ന സങ്കേതങ്ങൾ അന്വേഷിച്ച് കണ്ടെത്തുക. ധാരാളം ഉണ്ടാവും. എവിടെയെങ്കിലുമൊക്കെ നമ്മുടെ പങ്ക് സമർപ്പിക്കുക നിർബന്ധമാണ്. അല്ലാണ്ട് എല്ലാം മക്കൾക്ക് തന്നെ എഴുതി വെച്ചാൽ അത് മക്കളെ ദുഷിപ്പിക്കുകയാണ്. നമ്മൾ അവരെ ഉത്തരവാദിത്വം ഇല്ലാത്തവരാക്കി മാറ്റുകയാണ്. അവർ സ്വന്തം കാലിൽ നിൽക്കണമെങ്കിൽ അവർ അധ്വാനിച്ചുണ്ടാക്കണം, അതിനുള്ള പ്രേരണ കൊടുക്കണം. അതുകൊണ്ട് ഈ ധാർമ്മികമായ രീതിയിൽ നമ്മുടെ രാഷ്ട്രത്തിന് വേണ്ടി, നമ്മുടെ സമാജത്തിന് വേണ്ടി സങ്കല്പിക്കാനുള്ള, പ്രവർത്തിക്കാനുള്ള ഏതെല്ലാം മേഖലകൾ ലഭിക്കുകയോ അതൊക്കെ പ്രവർത്തിക്കുക എന്ന് മാത്രം ഈ സന്ദർഭത്തിൽ പറഞ്ഞ് കൂടുതൽ വിഷയാന്തരങ്ങളിലേക്ക് ഒന്നും പ്രവേശിക്കാതെ, ഇതൊക്കെ പറഞ്ഞത് നേരത്തെ ഈ പ്രഭാഷണം സ്വാഗതമൊക്കെ ചെയ്യുന്ന ആ സമയത്ത് 25ാം വാർഷികമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഡോക്ടർ സംസാരിക്കുകയുണ്ടായി. അതുകൊണ്ടാണ് ഇത് പറഞ്ഞത്. എല്ലാവരുടെയും ശ്രദ്ധ അതിലേക്ക് ആകർഷിക്കുന്നു. സന്തോഷം. അടുത്തതായി സ്വാമി സാധു രംഗരാജന് ഗുരുദക്ഷിണ കൊടുക്കാൻ ശ്രീമതി അജിത ചന്ദ്രമോഹനെ സാദരം ക്ഷണിക്കുന്നു. ജയ് ശ്രീ